പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിശ്വസ്തനുമായ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതോടെ ചങ്കിടിക്കുന്നത് ഇപ്പോൾ ബിജെപിക്ക് മാത്രമല്ല, കോൺഗ്രസിന് കൂടിയാണ്. രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് തുടങ്ങിവെച്ച വിജയം കാണേണ്ടിയിരുന്ന ഒരു സമർത്ഥയാണ് കോക്രോച്ച് ജനതാ പാർട്ടിയിലൂടെ ജൻസികൾ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത്. ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്തുണ നൽകി കോൺഗ്രസ് ശക്തമായി ഒടുവിൽ രംഗത്തെത്തിയെങ്കിലും സർക്കാർ ഭയന്നത് പാറ്റകളെയാണ് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഒറ്റപ്പെട്ടു പോകുമെന്ന ഘട്ടത്തിലാണ് കോൺഗ്രസ് ഈ സമരരംഗത്ത് സജീവമായിരുന്നത്. എങ്കിലും കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പൂർണ്ണ പിന്തുണ നൽകി തുടക്കം മുതൽ ഒപ്പം നിന്നത് ഇടതുപക്ഷ സംഘടനകളായിരുന്നു എന്നതും എടുത്തു പറയാതിരിക്കാൻ കഴിയുകയില്ല. സമരം നയിച്ച് പരിചയമില്ലാത്ത CJP നേതൃത്വത്തിന് ആവശ്യമായ നിർദ്ദേശം നൽകിയത് തന്നെ ഇടതുപക്ഷ നേതാക്കളാണ്. CPM ജനറൽ സെക്രട്ടറിയും SFI, DYFI നേതാക്കളും മറ്റ് ഇടത് സംഘടനകളും സമരവേദിയായ ജന്തർ മന്ദറിൽ തമ്പടിച്ചതാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ കണ്ണ് തുറപ്പിച്ചിരുന്നത്. ഇനിയും സമരത്തിനിറങ്ങിയില്ലെങ്കിൽ പ്രധാന പ്രതിപക്ഷ പാർട്ടി എന്ന നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്നും കോൺഗ്രസ് ഭയന്നിരുന്നു. പാർട്ടികൾ തെരുവിൽ അടിവാങ്ങുമ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്താൻ നിർബന്ധിക്കപ്പെട്ടതും അതുകൊണ്ടാണ്. സമരനായകനായ സോനം വങ്ചുക്കിനെ അണിനയിപ്പിച്ച് നിരാഹാരം അവസാനിപ്പിച്ചതോടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ തുടങ്ങിയ സമരം അവസാനിച്ച് സമരക്കാർ മടങ്ങുമെന്നാണ് സർക്കാർ കരുതിയത്. എന്നാൽ അവിടെയാണ് മോദി സർക്കാരിന് തെറ്റുപറ്റിയത്. സോനം വങ്ചുക് നിരാഹാരം നിർത്തിയിട്ടും പ്രധാനമന്ത്രി 2 വീഡിയോ പുറത്തിറക്കിയിട്ടും പ്രക്ഷോഭകർ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. കൂടുതൽ ശക്തമായി സമരം തുടരുമെന്നാണ് അവർ പ്രഖ്യാപിച്ചത്. സമരത്തിൽ അണിചേരാൻ കേരളം, പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ്, ത്രിപുര തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി ട്രെയിനുകൾ ബുക്ക് ചെയ്ത SFI, DYFI പ്രവർത്തകരും ഇതിനിടെ ഡൽഹിയിലേക്ക് തിരിച്ചിരുന്നു. മറ്റു പല സംഘടനകളും സമാനമായി പ്രവർത്തകരെ ഡൽഹിയിലെത്തിക്കാൻ വലിയ ഇടപെടലാണ് നടത്തി വന്നിരുന്നത്. ഇതോടെ രാജ്യതലസ്ഥാനം മാത്രമല്ല, രാജ്യം തന്നെ പ്രക്ഷോഭ കൊടുങ്കാറ്റിൽ ആടിയുലയുമെന്ന മുന്നറിയിപ്പ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും കേന്ദ്ര സർക്കാരിന് നൽകുകയുണ്ടായി. പ്രക്ഷോഭകാരികളുടെ ഇടയിൽ സാമൂഹ്യ വിരുദ്ധർ നുഴഞ്ഞുകയറി കുഴപ്പം സൃഷ്ടിക്കുന്നെന്ന റിപ്പോർട്ട് കൂടി ലഭിച്ചതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പോക്ക് അപകടത്തിലേക്കാണ് എന്ന് മനസ്സിലായി. UP തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എത്രയും പെട്ടെന്ന് പ്രക്ഷോഭം അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന തിരിച്ചറിവ് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ഉണ്ടായി. ഡൽഹിയിലെ പ്രക്ഷോഭം നിയന്ത്രിക്കുന്നതിൽ പോലീസ് വലിയ പരാജയമായത് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അമിത്ഷായ്ക്കേറ്റ പ്രഹരം കൂടിയാണ്. എന്തിന്റെ പേരിൽ തുടങ്ങിയ സമരമായാലും അത് അവസാനിപ്പിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അല്ലാതെ മറ്റൊരു ഓപ്ഷൻ സർക്കാരിന് മുമ്പിൽ ഇല്ലായിരുന്നു. അതല്ലായിരുന്നുവെങ്കിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും രാജി പോലും പ്രക്ഷോഭകർ ആവശ്യപ്പെടുമായിരുന്നു എന്നതും ഒരു വസ്തുതയാണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും കോക്രോച്ച് ജനതാ പാർട്ടി എന്ന CJP തയ്യാറാവാതെ വന്നതോടെ RSS നേതൃത്വം കൂടി ഇടപെട്ടാണ് ഇപ്പോൾ മന്ത്രിയെ രാജിവെപ്പിച്ചിരിക്കുന്നത്. RSS തലവൻ മോഹൻ ഭാഗവത്തിന്റെ പ്രതികരണവും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി തീരുമാനത്തിന്റെ വേഗത കൂട്ടാൻ കാരണമായിട്ടുണ്ട്. പൗരത്വ നിയമ ഭേദഗതിക്ക് എതിരായ സമരമടക്കം ഇതിനേക്കാൾ തീവ്രമായ പ്രക്ഷോഭങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കാത്ത ഭരണകൂടത്തെയാണ് പാർട്ടികൾ കൂട്ടമായി വന്ന് മുട്ടുകുത്തിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ ആരംഭിച്ച സമരം വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പടർന്നു പിടിച്ചതും ആക്രമാസക്തമാകുന്നത് തടയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതും കേന്ദ്ര സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ മറ്റൊരു കാരണമാണ്. സംഘപരിവാറിനെ പിന്തുണച്ച ജനവിഭാഗങ്ങളുടെ പിന്തുണ കൂടി ആർജിക്കാൻ CJPക്ക് കഴിഞ്ഞതും BJP, RSS നേതൃത്വങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതായിരുന്നു. ഇന്ത്യയിലെ തൊഴിലില്ലായ്മ, രാഷ്ട്രീയ അസ്ഥിരത, ഭരണകൂടത്തോടുള്ള വിയോജിപ്പ് എന്നിവയ്ക്കെതിരെ ഉയർന്നുവന്ന കൂട്ടായ്മയായി കോക്രോച്ച് ജനതാ പാർട്ടി ഇതിനകം തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ മുൻ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിസ്റ്റ് ആയിരുന്ന അഭിജിത് ദീപ്കെയാണ് ഈ പാർട്ടിയുടെ സ്ഥാപകൻ. 2026 മെയ് 15 സുപ്രീം കോടതിയിൽ നടന്ന ഒരു വാദത്തിനിടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ പാറ്റ പരാമർശത്തിൽ പ്രകോപിതനായാണ് അഭിജിത് ദീപ്കെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ആശയവുമായി രംഗത്ത് വന്നിരുന്നത്. അതിപ്പോൾ രാജ്യത്തെ ഒരു ക്യാബിനറ്റ് മന്ത്രിയെ രാജിവെപ്പിക്കാൻ ശേഷിയുള്ള കരുത്തായി മാറിക്കഴിഞ്ഞു. ഇനി ഇതൊരു രാഷ്ട്രീയ സംവിധാനമായി മാറുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. കോക്രോച്ച് ജനതാ പാർട്ടിയെ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരണമെന്നാണ് ഇടതു പാർട്ടികൾ ആഗ്രഹിക്കുന്നത്. ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ് ഒഴികെയുള്ള പാർട്ടികൾക്കും സമാന നിലപാടാണ് ഉള്ളത്. കോൺഗ്രസിന് BJPക്ക് ബദലാകാൻ കഴിയില്ലെന്ന് വാദിക്കുന്ന ഈ വിഭാഗത്തിന്റെ പുതിയ കടുനീക്കങ്ങൾ CJP മുൻനിർത്തിയാകുമ്പോൾ പുതിയൊരു രാഷ്ട്രീയ മുന്നണി പിറക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതാകട്ടെ BJPക്ക് വലിയ വെല്ലുവിളി ഉയർത്തുമെന്നതും ഉറപ്പാണ്.